അങ്ങനെ ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത നമ്മളുടെ ഐറ്റം അങ്ങ് എത്തി കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നമ്മൾ താമസിക്കുന്നത് തൊട്ട് മേലെയാണ്, അതായത് 3rd ഫ്ലോറിലാണ് നമ്മളുടെ വീട് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള വീട് ഷിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും എടുത്തിട്ട് വന്നിട്ടുണ്ടായില്ല. ഒത്തിരി സാധനങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് വന്നു. അത് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ കണ്ട സമയത്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുന്നത്. ഈ പ്രോഡക്റ്റ് വേറൊന്നുമല്ല, ഇതൊരു സോഫ കം ബെഡാണ്. നമുക്ക് ഹോളിലൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം ഒത്തിരി വലുതോ ഒത്തിരി ചെറുതോ അല്ലാത്ത ഒരു മീഡിയം സൈസ് ഒരു സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് 5 സ്റ്റാർ റേറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അത്രയും ഒത്തിരി കാശുമില്ല, 6500 രൂപയായിട്ടുള്ളൂ ഈ ഒരു സോഫയ്ക്ക്. സോഫ കം ബെഡാണിത്. നമുക്കിത് ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു മൾട്ടിപ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. ഓപ്പൺ ചെയ്ത് കണ്ട സമയത്ത് ഞാൻ അത്ര വലിയ ഹാപ്പി ഒന്നുമല്ല. കാരണം പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. കാരണം അത്ര വലിയൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ ഐറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്തു, ഒട്ടും സോഫ്റ്റ് അല്ല. പിന്നെ എന്താ പറയുക, 6500 രൂപയായി ഈ ഒരു സോഫയ്ക്ക് നമ്മൾ കൊടുത്തത്. പക്ഷേ ആ ഒരു 6500 രൂപേൻ്റെ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ആനച്ചന്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഓക്കെ, ആൾക്കാർ വന്നാൽ 2-3 പേർക്ക് ഇരിക്കാം, കൊള്ളാം, അത്ര തന്നെ. എന്നെപ്പോലെ ഇതുപോലെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് പണി കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.